അസ്സലാമു അലൈക്കും. ഞങ്ങളുടെ പൊന്നുമോള് മരണപ്പെട്ടിട്ട് ഇന്നേക്ക് 11 ദിവസമായി. അപ്പോൾ അതിനെപ്പറ്റിയുള്ള കുറച്ച് അപ്ഡേറ്റുകൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ വീഡിയോ ഇവിടെ പോസ്റ്റ് ചെയ്യുന്നത്. ഈ മരണത്തെ ചൊല്ലി ഞങ്ങളുടെ നാട്ടുകാർ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി എല്ലാവരെയും അതിൽ അവരുടെ അഭിപ്രായങ്ങൾ പറയാനായിട്ട് പറഞ്ഞു. അങ്ങനെ ഒരുപാട് ആൾക്കാർ അവരെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു. കുറേ കുട്ടികളും പൂർവ്വ വിദ്യാർത്ഥികളുമൊക്കെ അവർക്ക് നേരിട്ട അനുഭവങ്ങൾ അവരും പറഞ്ഞു. അങ്ങനെ ആ ഗ്രൂപ്പ് ഈ വിഷയം ചർച്ച ചെയ്യാനായിട്ട് മാറ്റിവെച്ചു. അപ്പോൾ ഈ വിഷയത്തിൽ ഗ്രൂപ്പിൽ നടന്ന കുറച്ച് കാര്യങ്ങളെല്ലാം ഞാനിവിടെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ എടുത്ത നിയമ നടപടികളും അതുപോലെ തന്നെ ഇപ്പോൾ അതിന് പരാതി കൊടുത്തിട്ടുള്ളതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഗ്രൂപ്പിൽ വന്ന മെസ്സേജുകൾ ഞാനൊന്ന് വായിക്കാം. പ്രിയമുള്ളവരെ, നാടിന് നൊമ്പരമായി നമ്മളിൽ നിന്നും വിട പറഞ്ഞ ഫിദ ഫാത്തിമ എന്ന പൊന്നുമോളുടെ മരണം കോളാമ്പി എന്ന ഈ ഗ്രൂപ്പ് ചർച്ചക്കെടുത്തപ്പോൾ വളരെ കുറഞ്ഞ സമയം കൊണ്ടാണ് ഗ്രൂപ്പ് ഫുള്ളായത്. ഒരുപാട് ആളുകൾക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നറിയാം. ഇതൊരു നാട് ഏറ്റെടുക്കേണ്ട ജനകീയ പ്രശ്നമാണ് എന്ന് ഗ്രൂപ്പിൽ വന്ന ചർച്ചകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതിൽ വിരലിലെണ്ണാവുന്ന കുറച്ച് ആളുകളുടെ പ്രതികരണം മാറ്റിവെച്ചാൽ എല്ലാവരും ഒരേ സ്വരത്തിൽ പ്രതികരിച്ചത് ഫിദ മോൾക്കും കുടുംബത്തിനും നീതി കിട്ടണം എന്നും കൂടെ ഇനിയൊരു ഫിദ ഫാത്തിമ ആവർത്തിക്കാൻ പാടില്ല എന്നുള്ളതുമാണ്. നിലവിൽ അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളും രക്ഷിതാക്കളും കൂടാതെ പൂർവ്വ വിദ്യാർത്ഥികളും ചില അധ്യാപകർക്കെതിരെ ഗ്രൂപ്പിൽ വലിയ രീതിയിൽ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ ഇനി അത് ആവർത്തിക്കാതിരിക്കണമെങ്കിൽ ഒരു ജനകീയ ഇടപെടൽ ആവശ്യമാണ് എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ 15ഓളം രാഷ്ട്രീയ സാംസ്കാരിക പ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ ഇന്നലെ രാത്രി ഒരു ചർച്ച നടന്നു. എല്ലാവരും ഐക്യകണ്ഠേന എടുത്ത തീരുമാനം നമ്മുടെ ഫിദ ഫാത്തിമ എന്ന പൊന്നുമോളുടെ കുടുംബത്തിന് നീതി കിട്ടണം എന്നുള്ളത് തന്നെയാണ്. പൊന്നുമോളുടെ മരണത്തിന് ഇടയായ മാനസിക പീഡനം നടത്തിയ അധ്യാപകർക്ക് മാതൃകാപരമായ ശിക്ഷ നൽകണമെന്നും അവരെ ഇനി ഈ സ്കൂളിൽ തുടർ അധ്യാപനം നടത്താൻ അനുവദിക്കരുതെന്നും എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. കൂടെ ഇനി ഒരു കുട്ടിക്കും ഈ ഒരു അവസ്ഥ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതുമാണ്. ഇത് അംഗീകരിക്കാത്ത പക്ഷം കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ നമ്മുടെ ആവശ്യങ്ങൾക്ക് തീരുമാനമാകുന്നതുവരെ ജനകീയമായി പ്രക്ഷോഭം ആരംഭിക്കുമെന്നും മുന്നറിയിപ്പ് നൽകാൻ തീരുമാനിച്ചു. ഈ പറഞ്ഞ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് രാഷ്ട്രീയ സാംസ്കാരിക പ്രതിനിധികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു പരാതി സ്കൂൾ പ്രിൻസിപ്പലിനെയും ബന്ധപ്പെട്ട അധികാരികളെയും നേരിൽ കണ്ട് നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഫാത്തിമ ഫിദയുടെ മരണം SDPI പ്രക്ഷോഭത്തിലേക്ക്. മമ്പാട് MES ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനി ഫാത്തിമ ഫിദയുടെ മരണത്തിന് ഉത്തരവാദികളായ അധ്യാപകർക്കെതിരെ കർശനമായ ശിക്ഷാ നടപടികൾ സ്വീകരിക്കണമെന്ന് SDPI മമ്പാട് പഞ്ചായത്ത് കമ്മിറ്റി ആവശ്യപ്പെട്ടു. കുട്ടികൾക്ക് കൈത്താങ്ങാവേണ്ട അധ്യാപകർ തന്നെ കൊലയാളികളാവുന്ന സാഹചര്യം ഒരു കാരണവശാലും ഒരു വിദ്യാലയത്തിൽ ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. കുട്ടികളോട് പ്രതികാരബുദ്ധിയോടെ പെരുമാറുന്ന ചില അധ്യാപകരുടെ കുട്ടികളോടുള്ള മനുഷ്യത്വരഹിതമായ പെരുമാറ്റങ്ങളെക്കുറിച്ച് നിരവധി ആരോപണങ്ങൾ ഉയർന്നതിനാൽ സംഭവത്തെ വിദ്യാഭ്യാസ വകുപ്പ് ഗൗരവമായി കണ്ട് സമഗ്രമായി അന്വേഷണം നടത്തി കുറ്റാരോപിതരായ അധ്യാപകർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണം. ഫാത്തിമ ഫിദയുടെ കുടുംബത്തിന് നീതി കിട്ടും വരെ പാർട്ടി ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി തെരുവിൽ ഉണ്ടാവും എന്നും നേതാക്കൾ പ്രഖ്യാപിച്ചു. SDPI പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് KT ഷാജി അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി CP യൂസഫ്, ജോയിന്റ് സെക്രട്ടറി അബ്ദുൽ ജലീൽ, വൈസ് പ്രസിഡന്റ് K മുജീബ് റഹ്മാൻ, TP അഷ്റഫ്, KT റിൻഷാദ്, K മുഹമ്മദ് കുട്ടി എന്നിവർ യോഗത്തിൽ സംബന്ധിച്ചു. പ്രിയമുള്ളവരെ, ഇന്നലെ ചർച്ച ചെയ്ത് എടുത്ത തീരുമാനപ്രകാരം പ്രമുഖ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും സാമൂഹിക പ്രവർത്തകരും ഇന്ന് 12 മണിക്ക് സ്കൂളിൽ പോയി പ്രിൻസിപ്പലിന് പരാതി നൽകിയിട്ടുണ്ട്. ഫിദ ഫാത്തിമയുടെ കുടുംബത്തിന് നീതി കിട്ടണം, മരണത്തിന് ഇടയാക്കിയ മാനസിക പീഡനം നടത്തിയ അധ്യാപകർക്കെതിരെ മാതൃകാപരമായ ശിക്ഷ നൽകണമെന്നും അവരെ തുടർ അധ്യാപനം നടത്താൻ അനുവദിക്കരുത് എന്നും അല്ലാത്തപക്ഷം
ജനകീയമായി പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും പരാതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏതൊരു മക്കൾക്കും ഇനി ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കട്ടെ. ഏതൊരു വിദ്യാർത്ഥിക്കും സ്കൂൾ എന്നത് ജയിലറാവരുത്. വിദ്യ കൊണ്ട് അറിയേണ്ടത് അറിയാതെ വിദ്വാൻമാരായി നടിക്കുന്ന സമൂഹത്തിൽ പണത്തിന് മേൽ പരുന്തും പറക്കില്ല എന്ന കാഴ്ചപ്പാടുകൾ മാറണം. വിദ്യാർത്ഥികളുടെ പക്വതയില്ലായ്മ ചോദ്യം ചെയ്യാതെ അവരിലെ നന്മയെ തിരിച്ചറിഞ്ഞ് നേർവഴിക്ക് നടത്തേണ്ട അധ്യാപകൻ അവനെ ഇന്ന് കഴുമരത്തിൽ കയറ്റുന്നു. വകതിരിവില്ലാത്ത സമൂഹത്തിൽ പരസ്പരം ക്ഷമിക്കാനോ പൊറുക്കാനോ കഴിയാത്ത തമ്മിൽ കലഹിക്കുന്നു. പ്രതികരണശേഷി വളർന്നുവെങ്കിലും സമൂഹം അറിവ് സ്വയം നേടിയെന്ന് ധരിച്ച് ഇരുട്ടിൻ്റെ മറപറ്റുന്നു. തെറ്റ് ചൂണ്ടിക്കാട്ടി അവളെ മകളെപ്പോലെ മാറോട് ചേർത്ത് നിർത്തി സാന്ത്വനിപ്പിക്കേണ്ടിടത്ത് അവളെ പൈശാചിക ലോകത്തിലേക്ക് ആനയിച്ച ഗുരുക്കന്മാർക്ക് ആ സുന്ദരിയായ പൂമൊട്ടിനെ ഈ ലോകത്തിന് തിരിച്ചു നൽകാനാവുമോ? പാറിപ്പറക്കാൻ ആശിച്ചിരുന്ന കുരുന്നു ബാല്യത്തെ പിഴുതെറിഞ്ഞില്ലേ? കെഞ്ചിയില്ലേ ആ മാലാഖ കുഞ്ഞ്? എൻ്റെ ഉപ്പയെ വിളിക്കരുത് എന്ന് പറഞ്ഞ് യാചിച്ചില്ലേ? മനുഷ്യൻ്റെ മൗലിക അവകാശങ്ങളെ ചൂണ്ടിക്കാട്ടുന്ന സമൂഹം ആ കുഞ്ഞിനെ മരണത്തിന് വിട്ടുകൊടുത്തവർക്കെതിരെ ശക്തമായി പ്രതികരിക്കണം. പ്രിയമുള്ളവരെ, ഫിദ ഫാത്തിമ എന്ന നമ്മുടെ പൊന്നുമോളുടെ മരണത്തിന് കുടുംബത്തിന് നീതി കിട്ടണമെന്നും ഉത്തരവാദികളായവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ട് സ്കൂൾ അധികൃതർക്ക് നമ്മൾ ഇന്നലെ ഒരു പരാതി നൽകുകയുണ്ടായി. അതുപോലെ തന്നെ പല രാഷ്ട്രീയ പാർട്ടികളും പരാതി നൽകിയിട്ടുണ്ട്. സ്കൂൾ ഇന്ന് ക്രിസ്മസ് വെക്കേഷന് അടക്കുകയാണ്. അവധി കഴിഞ്ഞ് സ്കൂൾ തുറക്കുമ്പോൾ നമ്മൾ നൽകിയ പരാതിക്ക് പരിഹാരം ഉണ്ടാകും എന്നത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതുവരെ നമുക്ക് കാത്തിരിക്കാം. ഇതൊക്കെയാണ് ഞങ്ങളുടെ പൊന്നുമോളുടെ മരണത്തിന് ശേഷം നടന്ന പുതിയ അപ്ഡേറ്റുകൾ. ഇന്നലെയാണ് പരാതി അവിടെ കൊണ്ടുകൊടുത്തത് സ്കൂളിൽ. ഇൻഷാ അല്ലാഹ് കാത്തിരിക്കാം. ക്രിസ്മസ് വെക്കേഷൻ കഴിഞ്ഞ് സ്കൂൾ തുറക്കുന്നത് വരെ കേസും നടക്കുന്നുണ്ട്. എല്ലാം നിയമത്തിൻ്റെ വഴിക്കുള്ളത് നിയമത്തിൻ്റെ വഴിക്ക് പോവട്ടെ. ഈ മരണം എവിടെയും വലിയ വാർത്തയൊന്നുമായിട്ടില്ല. എൻ്റെ ഒരു മനസ്സമാധാനത്തിന് വേണ്ടി ഞാനിപ്പോൾ ഈ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നത് കാരണം എൻ്റെ കുട്ടിക്ക് വേണ്ടി ഇത്രയെങ്കിലും ഞാൻ പ്രതികരിച്ചല്ലോ എന്നുള്ള ഒരു മനസ്സമാധാനത്തിന് വേണ്ടി എന്നാൽ കഴിയുന്നത് ഞാൻ ഈ വീഡിയോയിലൂടെ ചെയ്തു. ഇത് കണ്ടിട്ടെങ്കിലും കുറച്ച് പേരെങ്കിലും ഇതൊക്കെ അറിയട്ടെ എന്നും ഇനി ഇതുപോലെ ഒരു മക്കൾക്കും ഇങ്ങനത്തെ വിധി ഉണ്ടാവാതിരിക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പൊന്നുമോൾക്ക് വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളുടെ കുട്ടിയെയും നിങ്ങൾ ഉൾപ്പെടുത്തണം. ഇനി ഇതിൻ്റെ വീഡിയോയുമായി വരാൻ ഒട്ടും തന്നെ ആഗ്രഹിക്കുന്നില്ല. പോയത് പോയി. ഇനി അവളെ തിരിച്ചു കിട്ടില്ല. പരലോകത്ത് പടച്ചറപ്പ് അവൾക്ക് സമാധാനവും സുഖവും കൊടുക്കട്ടെ. സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. ഇതിനു മുമ്പ് ഞാൻ 2 വീഡിയോസ് ഇതിനെ പറ്റിയിട്ടിരുന്നു. അതുതന്നെ ഇടാനുള്ള കാരണം അതിൻ്റെ സത്യാവസ്ഥ അങ്ങനെയെങ്കിലും അറിയട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അത്രയെങ്കിലും മകൾക്ക് വേണ്ടിയിട്ട് പ്രതികരിക്കാനായല്ലോ എന്നുള്ള സമാധാനത്തോടെ പുതിയ വീഡിയോകളുമായി വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. ഒരുപാട് വേദനയോടെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളുടെ കുട്ടിയെയും ഉൾപ്പെടുത്തണം.